സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. ഇന്ന് 7 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും 7 ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം പെയ്ത മഴയിൽ പലയിടങ്ങളിലും വെള്ളക്കെട്ട് രൂക്ഷമായിരുന്നു. വിവിധ മേഖലയിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധികൾ ചേരുന്നു. ആദ്യം തിരുവനന്തപുരത്തേക്ക് സൂര്യഗായത്രി ചേരുന്നു. സൂര്യ, തെക്കൻ കേരളത്തിൽ മഴയ്ക്ക് ശമനമുണ്ടോ? എന്തൊക്കെ മുന്നറിയിപ്പുകളാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്നത്? ലിബീഷ്, തെക്കൻ കേരളത്തിന് തീരത്തിന് മുകളിലായിട്ട് ചക്രവാത ചുഴി രൂപപ്പെട്ടിട്ടുണ്ട്. ഇതാണ് കേരളത്തിൽ അതിശക്തമായ മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പിൽ പറയുന്നതിനുള്ള പ്രധാന കാരണം. ഇന്നിപ്പോൾ റെഡ് അലേർട്ടുകളാണ് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നത്. ആ റെഡ് അലേർട്ടുകളൊക്കെ തന്നെ ജില്ലയിൽ പിൻവലിച്ചിട്ടുണ്ട്. നിലവിൽ 9 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആലപ്പുഴ മുതൽ വയനാട് വരെയുള്ള ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൂടാതെ 5 ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മറ്റ് ജില്ലകളിൽ പ്രഖ്യാപിച്ചിരുന്ന റെഡ് അലേർട്ടുകളൊക്കെ തന്നെ പിൻവലിച്ചിട്ടുണ്ട്. അതായത് ഇന്നലെ രാത്രി ശക്തമായ മഴയാണ് സംസ്ഥാനത്തുടനീളം, പ്രത്യേകിച്ച് തിരുവനന്തപുരം ജില്ലയിൽ പെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്ന് രാവിലെ മുതൽ ഈ സമയം വരെ മഴയ്ക്ക് നേരിയ ഒരു ശമനം ഉണ്ടായിട്ടുണ്ട്. ഇതാണ് റെഡ് അലേർട്ടുകൾ ഉൾപ്പെടെ സംസ്ഥാനത്ത് പിൻവലിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. അതേസമയം ഉച്ചയ്ക്ക് ശേഷം അതിശക്തമായ മഴ തന്നെ സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഉണ്ടാകുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പിൽ പറഞ്ഞിട്ടുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, രാവിലെ പെയ്ത മഴയിൽ 9 മണിയോടുകൂടി തന്നെ വർക്കല ക്ലിഫിലെ കുന്ന് ഇടിഞ്ഞു വീണിട്ടുണ്ടായിരുന്നു. ഈ വർക്കല ക്ലിഫിൽ നിന്നും ആളുകൾക്ക്, അതായത് വിനോദസഞ്ചാരികൾക്ക് കടലിലേക്ക് നോക്കി കാഴ്ചകൾ ആസ്വദിക്കാൻ കഴിയുന്ന ഒരു വ്യൂ പോയിന്റിന്റെ ഭാഗമാണ് ഇടിഞ്ഞു വീണിട്ടുണ്ടായിരുന്നത്. അതേസമയം തന്നെ ഈ ഭാഗങ്ങളിലേക്ക് വിനോദസഞ്ചാരികൾ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ്. അത് വലിയ രീതിയിലുള്ള ഒരു ആശങ്കയാണ് ജനിപ്പിക്കുന്നത്. രാവിലെ നഗരസഭാ ചെയർമാൻ ഉൾപ്പെടെയുള്ളവർ ഈ സ്ഥലം വന്ന് കാണുകയും ഈ പ്രദേശത്തേക്ക് വിനോദസഞ്ചാരികൾ വരാൻ പാടില്ല എന്ന നിർദ്ദേശം നൽകിയിരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിൽ ചില ഭാഗങ്ങളിൽ മഴ ഉണ്ടാക്കുന്ന കെടുതികൾ നിലനിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ പല ഭാഗങ്ങളിലും വെള്ളക്കെട്ട് ഉൾപ്പെടെ ഇപ്പോഴും നിലനിൽക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. സ്മാർട്ട് സിറ്റി പദ്ധതി റോഡുകളുടെ പണികൾ പുരോഗമിക്കുന്ന ഭാഗങ്ങളിലൊക്കെ തന്നെ വലിയ രീതിയിലുള്ള വെള്ളക്കെട്ട് അനുഭവപ്പെടുന്നുണ്ട്. അതേസമയം റോഡുകളുടെ പണികൾ ഇപ്പോഴും ഈ മഴ സമയത്ത് നടക്കുന്നു എന്നതാണ് മറ്റൊരു കാര്യം. എന്തായാലും ഈ അലേർട്ടുകളൊക്കെ തന്നെ പിൻവലിച്ചിട്ടുണ്ടെങ്കിലും, റെഡ് അലേർട്ടുകളൊക്കെ തന്നെ പിൻവലിച്ച സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിലും അതീവ ജാഗ്രത പാലിക്കണമെന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് അറിയിച്ചിട്ടുള്ളത്. കേരള തീരത്ത് മത്സ്യബന്ധനത്തിനും വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒരു മുന്നറിയിപ്പ് ലഭിക്കുന്നത് വരെ തീരപ്രദേശത്തേക്കും മലയോര മേഖലകളിലേക്കുമുള്ള അവശ്യ സർവീസുകൾ ഒഴികെയുള്ള യാത്രകളൊക്കെ തന്നെ ഒഴിവാക്കണമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. ലിബീഷ്, സൂര്യ, ഇങ്ങനെ മഴ ശക്തമായി വരുമ്പോൾ അതിനെ നേരിടാൻ ആളുകൾക്ക് ആശ്വാസം എത്തിക്കാനൊക്കെ റവന്യൂ വകുപ്പ് അടക്കം എന്തൊക്കെ മുൻകരുതൽ നടപടികൾ സ്വീകരിക്കുന്നുണ്ട്? പ്രത്യേകിച്ച് ദുരിതാശ്വാസ ക്യാമ്പുകളൊക്കെ ആരംഭിക്കാനുള്ള ക്രമീകരണങ്ങളായിട്ടുണ്ടോ? കഴിഞ്ഞ ദിവസങ്ങളിൽ മന്ത്രിമാരുടെ അവലോകനം യോഗം കൂടിയ സമയത്തും ഈ ക്യാമ്പുകൾ ആരംഭിക്കേണ്ട ഒരു സാഹചര്യം നിലവിലില്ല എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ 6 കുടുംബങ്ങളെ ഇന്നലെ നെയ്യാറ്റിൻകരയിലെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഈ പല ഭാഗങ്ങളിലും, അതായത് ഓടകളും അതുപോലെ തന്നെ ആമിഴഞ്ചൻ തോട് ഉൾപ്പെടെയുള്ള നിറഞ്ഞു കവിഞ്ഞൊഴുകയും അത് കടകളിലേക്കും വീടുകളിലേക്കും ഒക്കെ കയറുന്ന സാഹചര്യമുണ്ട്. പലരുടെയും വീടുകളിലൊക്കെ തന്നെ ഇപ്പോഴും വെള്ളക്കെട്ട് തുടരുന്ന സാഹചര്യമുണ്ട്. പക്ഷേ ഈ വീടുകളിൽ നിന്ന് മാറി താമസിക്കേണ്ട ഒരു സാഹചര്യം ഇല്ല എന്നാണ് ഈ നാട്ടുകാരും അതുപോലെ തന്നെ അധികൃതരും പറഞ്ഞിട്ടുള്ളത്. ആവശ്യമാണെങ്കിൽ, അത്യാവശ്യമാണെങ്കിൽ അത് അധികൃതരോട് പറയുകയും ആ ഭാഗങ്ങളിൽ നിന്ന് മാറി താമസിക്കാൻ നിർദ്ദേശം പുറപ്പെടുവിക്കണമെന്നും പറഞ്ഞിട്ടുണ്ട്. ഇതുവരെ എന്തായാലും വലിയ രീതിയിലുള്ള അത്തരത്തിൽ മാറി താമസിക്കേണ്ട ഒരു സാഹചര്യം ജില്ലയിൽ ഉണ്ടായിട്ടില്ല. പല ഭാഗങ്ങളിലും ഇന്നലെ പെയ്ത മഴയിൽ മരം കടപുഴകി വീഴുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഉടനടി തന്നെ അത് അധികൃതർ എത്തുകയും ആ ഒരു മരമൊക്കെ തന്നെ മാറ്റി ഗതാഗതം സജ്ജമാക്കുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യമുണ്ട്. നഗരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി, ഒരു പ്രതിസന്ധിയായിട്ട് നിലനിൽക്കുന്നത് ഈ വെള്ളക്കെട്ട് തന്നെയാണ്. അതുപോലെ അതായത് സ്മാർട്ട് റോഡുകളുടെ പണികൾ നടക്കുന്ന സ്ഥലങ്ങളിൽ റോഡിൽ കുഴികളൊക്കെ എടുത്തിട്ടിരിക്കുകയാണ്. ആ കുഴികളൊക്കെ തന്നെ മഴയത്ത് വെള്ളം നിറയുകയും രാത്രി സമയങ്ങളിൽ ഈ കുഴി ഏതാണ്, റോഡ് ഏതാണെന്ന് തിരിച്ചറിയാൻ യാത്രക്കാർക്ക് കഴിയാത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ആ ഒരു പ്രതിസന്ധി മാത്രമാണ് നഗരത്തിൽ നിലനിൽക്കുന്നത്. എന്തായാലും രാവിലെ മുതൽ മഴ ശമിച്ചതോടുകൂടി വലിയ രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ട് ആളുകൾക്ക് നേരിടുന്നില്ല. അതേസമയം ഉച്ചയ്ക്ക് ശേഷം ശക്തമായ മഴ തന്നെ ജില്ലയിൽ പെയ്യുമെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു. അത്തരത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ തന്നെയാണ് അധികൃതർ പങ്കുവച്ചിട്ടുള്ളത്. ഓരോ സമയത്തും ഈ കാലാവസ്ഥാ വകുപ്പും അതുപോലെ തന്നെ ദുരന്ത നിവാരണ അതോറിറ്റിയും ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രവും പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ, മുന്നറിയിപ്പുകൾ കൃത്യമായി കേൾക്കണമെന്നും അത് കൃത്യമായി പൊതുജനം പാലിക്കണമെന്നുമാണ് മുന്നറിയിപ്പിൽ പറഞ്ഞിട്ടുള്ളത്. ലിബീഷ്.